ഹായ് ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NOS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 14ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. ചാപ്റ്റർ സിമിലാരിറ്റി ഇൻ ട്രയാങ്കിൾസ് ആണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾസ് അവ സിമിലർ ആകുന്ന കേസുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ട്രയാങ്കിളിനെ കുറിച്ച് നമുക്കറിയാം, അതിന് 3 സൈഡ്സ് ഉണ്ടാവും അല്ലേ, അതുപോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ടായിരുന്നു. ട്രയാങ്കിൾസ് എന്ന് പറയും. ഇതിൻ്റെ പ്രോപ്പർട്ടീസും കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 ട്രയാങ്കിൾസ് നമ്മുടെ മുന്നിൽ വെക്കുന്നു. ആ ട്രയാങ്കിൾസ് എപ്പോഴാണ് സിമിലർ ആകുന്നത്, 2 ട്രയാങ്കിൾസ് സിമിലർ ആകാൻ ഏതൊക്കെ കണ്ടീഷനുകളാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. നോക്കൂ, ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 സൈഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ 3 വെർട്ടിസസ് ആഡ് ചെയ്യുന്നു. ABC എന്ന് പറയുന്ന 3 വെർട്ടിസസ് ഉണ്ട്. അതിൻ്റെ 3 സൈഡ്സ്, ഞാൻ ഈ സൈഡ്സിൻ്റെ ആംഗിൾ എന്ന് ലെങ്ത് എന്ന് പറയുന്നത് A, ഇത് B, ഇത് C, ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിൾസ് നോക്കൂ, 3 ആംഗിൾസ് ഉണ്ടായിരിക്കും. ഈ 3 ആംഗിൾസ്, ഇതൊരു X ഡിഗ്രി, ഇത് Y ഡിഗ്രി, അതുപോലെ തന്നെ ഇത് Z ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി പ്ലസ് Z ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇന്റേണൽ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മുടെ ചോദ്യം മറ്റൊരു ട്രയാങ്കിളുമായിട്ട് ഇതെങ്ങനെ സിമിലർ ആകുന്നു എന്നുള്ളതാണ്. നോക്കാം, നമുക്കൊരു ട്രയാങ്കിൾസ് കൂടി ഇവിടെ എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ ഇവിടെ എടുക്കുന്നു. ഈ ഒരു ട്രയാങ്കിൾസിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കൂ, PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആകണം. അതിന് 2-3 കണ്ടീഷനുകൾ. ഏതൊക്കെയാണ് ആ കണ്ടീഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ SSS എന്നുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. അതിലെന്താണ് നോക്കൂ, ഇവിടെ 3 സൈഡ്സ് നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ XYZ എന്ന് പറയുന്ന 3 സൈഡ്സും, ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആകണമെങ്കിൽ ഇതിൻ്റെ ഈ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ നോക്കൂ, A എന്ന് പറയുന്ന ഒരു ആംഗിൾ, അതിന് ഈക്വൽ ആയിട്ട് ഞാൻ ഇവിടെ B ഉണ്ട്. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, A ഈസിക്കൽ ടു X, അതുപോലെ തന്നെ B ഈസിക്കൽ ടു Y, അതുപോലെ C ഈസിക്കൽ ടു Z. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈ ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സുമായിട്ട് കറസ്പോണ്ടിങ് സൈഡ്സുമായിട്ട് ഈക്വൽ ആണ് എങ്കിൽ ഈ 2 ട്രയാങ്കിൾസും, അതായത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾസും അതുപോലെ തന്നെ ട്രയാങ്കിൾ PQRും, ഇത് രണ്ടും സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്, 2 ട്രയാങ്കിൾസ് സിമിലർ ആകണം. അത് സിമിലർ ആകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും, ഈ 2 ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് ഈ 2 ട്രയാങ്കിൾസിനെയും എന്ത് വിളിക്കാം, സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിളുമായിട്ട് സിമിലർ ആണ് എന്ന് തെളിയിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്താണ് നോക്കൂ, ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാനിത് ഇങ്ങോട്ടാക്കി വരക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ട്രയാങ്കിൾ കൂടി വരക്കുന്നു ഇവിടെ. ഈ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് ഇവിടെ രണ്ടും സിമിലർ ആണ് എന്ന് നമുക്ക് തെളിയിക്കണം. ഇത് തെളിയിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു ആംഗിളും ഉണ്ട് എന്ന് വിചാരിക്കുക, 3 ആംഗിൾസ്. ഓക്കെ, ഞാൻ ഇതിനെന്ത് ചെയ്യുന്നു, ABC എന്ന് പറയുന്നു, XYZ, ഇങ്ങനെ 3 ആംഗിളുകൾ, 2 ട്രയാങ്കിൾസുമായിട്ട് അതിൻ്റെ ഓരോ ആംഗിളുകൾ കിടക്കും. എനിക്ക്
എ എന്ന് പറയുന്ന ആംഗിളിന് എ ഡിഗ്രി എന്ന് പറയാം നമുക്ക്. എ ഡിഗ്രി എന്ന് പറയുന്ന ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആംഗിളും വൈ എന്ന് പറയുന്ന ആംഗിളും സെയിം ആണ്. അതുപോലെ സി എന്ന ആംഗിളും ഇവിടെ സെഡ് എന്ന് പറയുന്ന ആംഗിളും സെയിം ആണ് എന്ന് വിചാരിക്കുക. നോക്കൂ, നേരത്തെ പറഞ്ഞത് നമ്മൾ 3 സൈഡ്സ് ആയിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് 3 ആംഗിൾസ് ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസും സിമിലർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ അത് ഈക്വൽ ആണ് എങ്കിൽ, ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. ഇതിനെ നമ്മൾ ട്രിപ്പിൾ എ മെത്തേഡ് എന്നാണ് പറയാറുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതിന് SSS മെത്തേഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയോൺ എന്നാണ് പറയുന്നത്. ഇത് ട്രിപ്പിൾ എ ക്രൈറ്റീരിയോൺ എന്നുള്ളത്. ഒന്നാമത്തേതിൽ നമ്മൾ പറഞ്ഞത് 3 സൈഡ്സും കറസ്പോണ്ടിങ് സൈഡ്സുമായിട്ട് ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് 3 ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള 2 കണ്ടീഷനുകളും ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി 2 ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് കണ്ടെത്താൻ ഇതല്ലാതെ മറ്റേതെങ്കിലും മെത്തേഡുകളുണ്ടോ? നമുക്ക് അതുകൂടി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ മെത്തേഡുകളാണ് ഇനി ബാക്കിയുള്ളത്? ഇങ്ങനെ 2 സിമിലർ ട്രയാങ്കിൾസിനെ കണ്ടുപിടിക്കാൻ ഏതൊക്കെ മെത്തേഡുകളുണ്ട്, അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നാഷണൽ അക്കാദമി ആപ്പിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.